തിങ്കളാഴ്ച പാർലമെന്റിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു? രാജ്യത്ത് നടക്കുന്ന പുതിയൊരു സർജിക്കൽ സ്ട്രൈക്കിന് മോദി സർക്കാർ ഒപ്പുകൂട്ടുകയാണോ? ഈ ചോദ്യങ്ങൾ ഇപ്പോൾ ഡൽഹിയിൽ കൊടുങ്കാറ്റാവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ ഡൽഹി വിട്ടു പോകരുതെന്ന് NDA MP-മാർക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു. മറുവശത്ത് എന്ത് വില കൊടുത്തും സർക്കാരിനെ തടയാൻ തങ്ങളുടെ MP-മാർക്ക് അടിയന്തര വിപ്പ് നൽകിയിരിക്കുകയാണ് കോൺഗ്രസ്. രാജ്യവിരുദ്ധ NGO-കൾക്ക് വിദേശത്ത് നിന്ന് ഒഴുകുന്ന ഫണ്ടുകൾക്ക് എന്നേക്കുമായി പൂട്ടിടാൻ പോകുന്ന ആ വമ്പൻ ബില്ലാണ് ഈ പരിഭ്രാന്തിക്ക് കാരണം. വരാനിരിക്കുന്ന തിങ്കൾ, ചൊവ്വ, ബുധൻ, അതായത് ഓഗസ്റ്റ് 10, 11, 12 തീയതികളിൽ പാർലമെന്റിൽ നിർബന്ധമായും ഹാജരാകണമെന്നാണ് കോൺഗ്രസ് തങ്ങളുടെ എല്ലാ ലോക്സഭാ MP-മാർക്കും കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് ചീഫ് വിപ്പ് കൊടിക്കുന്നിൽ സുരേഷാണ് MP-മാർക്ക് 3 ലൈൻ വിപ്പ് പുറപ്പെടുവിച്ചത്. രാവിലെ 11 മണി മുതൽ സഭ പിരിയുന്നതുവരെ എല്ലാവരും സീറ്റിൽ ഉണ്ടാകണമെന്നും വളരെ സുപ്രധാനമായ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുന്നതിനാൽ യാതൊരു കാരണവശാലും സഭയിൽ നിന്ന് വിട്ടുനിൽക്കാൻ പാടില്ലെന്നും നോട്ടീസിൽ അസന്നിഗ്ധമായി പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ ഈ പരിഭ്രാന്തിക്ക് പിന്നാലെയാണ് BJP-യുടെ നേതൃത്വത്തിലുള്ള NDA-യും തങ്ങളുടെ MP-മാരോട് ഡൽഹിയിൽ തുടരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ തിങ്കളാഴ്ച സഭയിൽ നടക്കാൻ പോകുന്ന രാഷ്ട്രീയ കൊടുങ്കാറ്റിന്റെ വ്യാപ്തി ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുക്കുന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന FCRA അഥവാ വിദേശ ഫണ്ട് നിയന്ത്രണ ഭേദഗതി ബിൽ 2026 ആണ്. ഇന്ത്യയിലെ NGO-കൾക്കും മറ്റു മതസ്ഥാപനങ്ങൾക്കും വിദേശത്ത് നിന്ന് ഒഴുകുന്ന കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും വലിയ ഭീഷണിയാണെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. വിദേശ ഫണ്ടിന്റെ മറവിൽ ഇന്ത്യയിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ വേരെടുക്കാനാണ് പുതിയ ഭേദഗതി. നിയമം ലംഘിക്കുന്ന NGO-കളുടെയും സ്ഥാപനങ്ങളുടെയും ലൈസൻസ് റദ്ദാക്കാനും അവരുടെ വിദേശ ഫണ്ടുകളും അതുവഴി സമ്പാദിച്ച സ്വത്തുക്കളും സർക്കാർ നിയോഗിക്കുന്ന പ്രത്യേക അതോറിറ്റിയെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനുമാണ് പുതിയ ബില്ലിലെ വ്യവസ്ഥ. ഇന്ത്യയിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന വിദേശ ഫണ്ടഡ് NGO-കൾക്ക് ഈ ബിൽ പാസ്സായാൽ പിന്നെ നിലനിൽപ്പില്ല. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഈ ബില്ലിനെതിരെ ഉറഞ്ഞു തുള്ളുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. എന്നാൽ പാശ്ചാത്യരുടെ ഭീഷണികളെ പുല്ലുപോലെ തള്ളിക്കളഞ്ഞ മോദി സർക്കാർ എന്ത് വില കൊടുത്തും ബിൽ പാസ്സാക്കുമെന്ന ഉറച്ച തീരുമാനത്തിലാണ്. മറുവശത്ത് ഈ വിദേശ ഫണ്ടുകളുടെയും NGO-കളുടെയും ഇക്കോസിസ്റ്റത്തെ കാലാകാലങ്ങളായി ആശ്രയിച്ചു നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ ചില പാർട്ടികൾക്ക് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ട് ഈ NGO-കളെയും അവരുടെ ഫണ്ടുകളെയും എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമായി മാറിയിരിക്കുന്നു. ഇവിടെയാണ് കോൺഗ്രസിന്റെ പച്ചയായ ഇരട്ടത്താപ്പ് നമ്മൾ തിരിച്ചറിയേണ്ടത്. 2012 UPA ഭരണകാലത്ത് കൂടംകുളം ആണവ നിലയത്തിനെതിരെ വലിയ പ്രതിഷേധം നടന്നപ്പോൾ അതിനു പിന്നിൽ അമേരിക്കയിൽ നിന്നും ഫണ്ട് കൈപ്പറ്റുന്ന വിദേശ NGO-കളാണെന്ന് തുറന്നടിച്ചതും FCRA ഉപയോഗിച്ച് അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതും കൂട്ടത്തോടെ മരവിപ്പിച്ചതും ഒക്കെ സാക്ഷാൽ മൻമോഹൻ സിംഗ് തന്നെയായിരുന്നു. അത് മാത്രമല്ല, ലഡാക്കിൽ ഇന്ന് സർക്കാരിനെതിരെ നിരന്തരം പ്രതിഷേധിക്കുന്ന സോനം വാങ്ചുക്കിനെതിരെ 2007 കോൺഗ്രസ് ഭരണകാലത്ത് ഇതേ FCRA നിയമം വെച്ച് അന്വേഷണം നടത്തിയതും അദ്ദേഹത്തിന് ചൈനീസ് ബന്ധമുണ്ടെന്ന് ആദ്യമായി ആരോപിച്ചതുമൊക്കെ ഇതേ കോൺഗ്രസുകാർ തന്നെയായിരുന്നു, അല്ലാതെ സംഘികളല്ല. അന്ന് അധികാരത്തിലിരുന്നപ്പോൾ രാജ്യത്തിന്റെ വികസനം തടസ്സപ്പെടുത്തുന്ന NGO-കളെയും അവരുടെ വിദേശ ഫണ്ടുകളെയും നേരിടാൻ ഇതേ നിയമം ഉപയോഗിച്ച കോൺഗ്രസ് ആണ് ഇന്ന് തങ്ങളുടെ രാഷ്ട്രീയ അസ്തിത്വം സംരക്ഷിക്കാൻ വേണ്ടി ഇതേ രാജ്യവിരുദ്ധ ശക്തികൾക്ക് കാവൽ നിൽക്കുന്നത്. അതാണ് പാർലമെന്റിൽ സർക്കാരിനെ പ്രതിരോധിക്കാൻ സ്വന്തം MP-മാർക്ക് അടിയന്തര വിപ്പ് നൽകാനുള്ള വെപ്രാളത്തിന് പിന്നിലെ കോൺഗ്രസിന്റെ യഥാർത്ഥ കാരണം. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയേക്കാൾ വിദേശത്ത് നിന്ന് പണം വാങ്ങുന്ന ഏജൻസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസ് പാർലമെന്റിൽ കച്ചകെട്ടി ഇറങ്ങുമ്പോൾ രാജ്യവിരുദ്ധ ശക്തികളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത്. വരാനിരിക്കുന്ന 3 ദിവസങ്ങൾ ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ദിവസങ്ങളാകും. FCRA ബില്ലിന്മേൽ സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ നടക്കാൻ പോകുന്ന ആ വലിയ പോരാട്ടത്തിനാണ് രാജ്യ തലസ്ഥാനം ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വിദേശ ഫണ്ടുകൾക്ക് പൂട്ടിടുന്ന ഈ സർജിക്കൽ സ്ട്രൈക്കിൽ അന്തിമ വിജയം രാജ്യ താല്പര്യത്തിനൊപ്പം നിൽക്കുന്നവർക്ക് തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ജസ്റ്റിസ് മലയാളം.